കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കിലോ റവ എടുത്തിട്ടുണ്ട്. അത് വറുക്കാണ്. അതൊരുവിധം നന്നായി വറുക്കണം. അപ്പോൾ ഒരു ഉപ്പുമാവ് ഒരു ചുവന്ന കളറ് വരും. ഒരു ലൈറ്റ് ചുവപ്പുള്ള കളറാണ് ഉപ്പുമാവ്. അത് നല്ല ടേസ്റ്റാണ്. അത് നന്നായി വറുത്തെടുക്കാം. ഈ റവ അത് വറുക്കാം. ഈ കളറിൽ വരുന്നതാണ്. ഈ കളറിൽ ഒരു ചുവപ്പ് ലൈറ്റ് റെഡ് ആണ് മനസ്സിലാവുന്നതായിരിക്കും. ഈ കളറിൽ എടുക്കണം. ഇതിൽ കരിയാമല്ല, നമ്മൾ ഇളക്കി നിന്നിട്ട് ഇടാണ്ട് ഇളക്കി എടുക്കണം. കാരണം അടി കരിഞ്ഞതിന് മണം വ്യത്യാസം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉപ്പുമാവിന് വേറൊരു നല്ല ടേസ്റ്റ്. അത് സൺഫ്ലവർ ഓയിലുണ്ടാക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ വറവിനും. അതിനൊക്കെ നമുക്ക് ഇത് മാറ്റാൻ മതിയെന്ന് ഇതിലിരുന്ന കരിഞ്ഞു പോകുള്ളൂ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് സൺഫ്ലവർ ഓയിൽ 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടിനോടുകൂടി 2 മണി ഉഴുന്നുപരിപ്പും 2 മണി ജീരകം ഇടാം. അതായി വരുമ്പോഴേക്കും നമുക്ക് സവാള ഞാൻ ഉപ്പിട്ടു. അതിന് ആവശ്യത്തിനുള്ളത് മാവിടിക്ക് ആവശ്യമുള്ള ഉപ്പ് അതിലിട്ട് കൊടുക്കും. അപ്പോൾ സവാള വേഗം വഴങ്ങുന്നത്. അപ്പോൾ ഒരു വിധം വന്നിട്ട് സവാള വഴങ്ങുന്നുണ്ട്. ഒന്നുകൂടി മുരിയണം. ഇതിലേക്ക് പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ വറുത്ത് വെച്ച റവ ഇടാം. അത് റവയുടെ കളർ വേണ്ട അങ്ങനെ ഇരിക്കും. ഇങ്ങനെ ആകുമ്പോൾ റവ കട്ട പിടിക്കില്ല, വളരെ വറുത്തിരുന്ന് കിട്ടില്ല. ഉപ്പുമാവിൻ്റെ കളർ വേണ്ട അങ്ങനെ ഇരിക്കും. വൈറ്റല്ല. ഒരു മിനിറ്റ് നമ്മൾ ഇതിട്ട് ഞാനൊന്നുണ്ടാക്കിയ വെറൈറ്റി ഉപ്പുമാവ്. ഇതിൻ്റെ കളർ കണ്ട ഈ കളറിലിരിക്കും. ഒന്നും തൊടാതെ ഇങ്ങനെ നല്ല വേർതിരിഞ്ഞ് നമുക്ക് കിട്ടും. ഇത് ഒട്ടി കട്ട പിടിക്കില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. ഇത് സൺഫ്ലവറിൽ ഓയിലിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണേലും നല്ല. മറ്റേ നമ്മൾ വെളിച്ചെണ്ണയിലെല്ലാം ഉണ്ടാക്കും. ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. വളരെ ടേസ്റ്റി ഉപ്പുമാവ് പഴം കൂട്ടിയിട്ട് ഒക്കെ കഴിക്കാം. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വേറൊരു ഐറ്റമായിട്ട് കാണാം. ബൈ, സീ യു.